82 വയസ്സുള്ള ഹമീദ് മക്കാർ വളരെ അപൂർവമായിട്ടായിരിക്കും ഇത്രയും അധികം പ്രായമുള്ള ഒരാൾക്ക് കോടതി വധശിക്ഷ വിധിക്കുന്നത്. അത്രയേറെ ക്രൂരമായ ഒരു സംഭവമാണ് നടന്നത്. ശരിക്കും എന്തായിരുന്നു ഈ വാർത്തകൾ പറയുന്ന പോലെയുള്ള കാരണങ്ങൾ തന്നെയാണ് ഈ ഹമീദ് മക്കാറിന് സ്വന്തം മകനോടും കുടുംബത്തോടും ഈ തീരാപ്പക ഉണ്ടായ കാരണം? അയാൾ ഈ മക്കളോടൊപ്പം ഒന്നും അല്ലായിരുന്നു. അയാൾ വർഷങ്ങൾക്ക് മുമ്പ് ഹൈറേഞ്ചിലേക്ക് പോയി, മക്കളെയും ഭാര്യ ഉപേക്ഷിച്ച് ഹൈറേഞ്ചിലേക്ക് പോയി. അവിടെ വേറെ കല്യാണമൊക്കെ കഴിച്ച് താമസിച്ചിരുന്ന ഒരാളാണ്. അതിനുശേഷമാണ് ചുരുക്കം വർഷങ്ങളൊക്കെ ആയത് ഇയാൾ തിരികെ വന്ന് നിരന്തരം വഴക്കാണ് ഈ മകനുമായിട്ട്. ഈ ഹമീദ് മക്കാറിന്റെ പാപ്പ മക്കാർ ഇഷ്ടദാനമായിട്ട് കൊച്ചുമകന് വസ്തുക്കൾ എഴുതി കൊടുത്തു. കൊച്ചുമകനാണ് കൊച്ചുമകൻ. അപ്പൊ അത് തിരികെ മക്കാറിന്റെ കയ്യിൽ കൊണ്ടായിരിക്കും. അതെ, മക്കാർ ഇവിടെ ഇല്ലല്ലോ. അപ്പോ അത് തിരികെ വേണം എന്ന് പറഞ്ഞിട്ടാണ് നിരന്തരം വഴക്കുന്നത്. അത് മാത്രമല്ല, ഇവര് 2 മുറിയിലായിരുന്നു. ഒരു വീട്ടിലാണെങ്കിൽ 2 മുറിയിലാണ്. ഈ മകനെയും കുടുംബത്തെയും ചുട്ടുകൊന്നതിന് ശേഷം പോലീസ് കസ്റ്റഡിയിലേക്ക് അവരോട് ചോദിച്ച ചോദ്യം എല്ലാവരും തീർന്നോ എന്നാണ്. അത്ര ക്രൂരനായ പിതാവാണ്. ഏകദേശം പശ്ചാത്താപം ഒന്നുമില്ല. അത് മാത്രം കോടതിയിൽ തെളിയിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ സാധാരണ രീതിയിൽ 82 വയസ്സെന്നൊക്കെ പറയുമ്പം പ്രായത്തിന്റെ ആനുകൂല്യം കോടതിയിൽ നിന്ന് കിട്ടും. ഇയാൾക്ക് പ്രായത്തിന്റെ ആനുകൂല്യം ലഭിച്ചില്ല. അതിന്റെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ: ഒന്ന്, ഇയാളുടെ ശരീരത്തിൽ പൊള്ളലേറ്റു. അതുപോലെ ഇയാളുടെ വസ്ത്രങ്ങളിൽ പെട്രോളിന്റെ അംശം ഉണ്ടായി. പെട്രോൾ ഒഴിച്ചാണല്ലോ ഇയാള് അവരെ കൊന്നുകളഞ്ഞു. പിന്നെ വീട്ടിൽ നിന്ന് പെട്രോളിന്റെ അംശങ്ങൾ ശേഖരിക്കാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് ഇയാൾ കൊല നടത്തണമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളത് പോലീസിന് തെളിയിക്കാൻ പറ്റി. കാരണം ഇയാളുടെ സാധനങ്ങളൊക്കെ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് സ്വന്തം സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി. ഇയാളെല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്തു സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. അത് മാത്രമല്ല, ഈ 2022 മാർച്ച് 19 പുലർച്ചെ 12:30 ഈ സംഭവം നടക്കുന്നത്. മുഹമ്മദ് ഫൈസൽ ആണ് മകന്റെ പേര്, ഷീബ മകളുടെ പേര്. അതുപോലെ മെഹ്റിൻ അസ്ന, ഇവരാണ് മക്കള് 2 പേര്. 16-13 വയസ്സുകൾ. മറ്റേ മോന് 45 വയസ്സും ഭാര്യയ്ക്ക് 40 വയസ്സും. ഇയാൾക്ക് അവിടെ ഒരു പലചരക്ക് കടയുണ്ടായിരുന്നു. അതാണ് മകന്. അപ്പൊ ഇതിൽ നിന്നുള്ള വരുമാനം കൂടെ ഇയാളുടെ ഈ ഹമീദിന് കൊടുക്കണം എന്നുള്ള ഒരു ക്ലോസും കൂടെ അതിനകത്തുണ്ടായിരുന്നു. കൊടുക്കുന്നുണ്ടോ? ഇയാൾക്ക് ഭക്ഷണം അങ്ങോട്ട് റെഡിയാകുന്നില്ല. അതൊക്കെയാണ് ഇയാളുടെ പരാതി. പിന്നെ ഈ സ്വത്തിന്റെ പേരിലുള്ള തർക്കം. അത് മാത്രമല്ല, 1 മാസം മുമ്പ് തന്നെ ഈ മകനെ കൊല്ലും എന്നുള്ള ഭീഷണി ഉണ്ടായിരുന്നു. മകൻ അങ്ങനെ പോലീസിൽ പരാതി കൊടുത്തു. ആ പരാതിയും ഈ പോലീസിന് രേഖയായി മാറി, തെളിവായിട്ട് മാറി. അത് മാത്രമല്ല, രാഹുലാണ് രക്ഷിക്കാനായിട്ട് വരുന്നത്. അയൽവാസി അസ്നയെ ഫോൺ വിളിക്കുന്നു. അങ്ങനെ ഈ വാപ്പയുടെ ഫോണിൽ നിന്ന്, അതായത് ഈ ഫൈസലിന്റെ ഫോണിൽ നിന്ന്, മുഹമ്മദ് ഫൈസലിന്റെ ഫോണിൽ നിന്ന് വിളിക്കുന്നു, രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് അസ്നെ വിളിക്കുന്നു. അങ്ങനെ അയാൾ ഓടി വന്ന സമയത്ത് കാണുന്നത് ഇയാൾ ഇങ്ങനെ പെട്രോൾ ഒഴിക്കുന്നു, തള്ളി മാറ്റി. അപ്പൊ ഇത് പെട്ടെന്ന് അവര് പെട്ടെന്ന് മരിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞിട്ട് ഇയാൾ എല്ലാരെയും വിളിച്ച് പറയുന്നതൊക്കെ റെക്കോർഡാണ്. കാരണം ഞാൻ അവരെ കൊന്നു എന്നുള്ളത് ഈ ഹമീദ് മക്കാർ വിളിച്ചു പറയുന്നു. അതൊക്കെ റെക്കോർഡായി. അപ്പൊ അത് കോടതിയിൽ തെളിവാണ്. 2022 മാർച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞ 19-ാം തീയതി ഇയാള് വളരെ കരുതി കൂട്ടിയാണ് ഇത് പ്ലാൻ ചെയ്തത്. കാരണം അങ്ങോട്ടുള്ള ഈ ടാപ്പിൽ നിന്നുള്ള വെള്ളം വരുന്നതിന് ടാങ്ക് ഉണ്ടല്ലോ, ടാങ്കിൽ നിന്ന് വെള്ളം മുഴുവൻ തുറന്നു വിട്ടു. ഇവന് ഒരു തുള്ളി വെള്ളമില്ല. അത് കഴിഞ്ഞിട്ട് അയൽ വീട്ടിലേക്കുള്ള മോട്ടറിന്റെ കണക്ഷൻ അത് വിച്ഛേദിച്ചു. അപ്പൊ അവിടുന്ന് വെള്ളം എടുക്കാൻ പറ്റില്ല. കിണറിന്റെ നിന്ന് ആ തൊട്ടിയും അതുപോലെ തന്നെ കപ്പി അതെല്ലാം എടുത്ത് മാറ്റി. ഒരു കാരണവശാലും ഇവര് രക്ഷപ്പെടാൻ പാടില്ല. അങ്ങനെ ഇവര് ഉറങ്ങി എന്ന് ഉറപ്പാക്കിയതിനു ശേഷം ഇയാള് പെട്രോള് കുപ്പികളിലാക്കി ഇയാൾ പുറത്തിറങ്ങിയിട്ട് ഇയാള് പുറത്ത് നിന്ന് മുറി പൂട്ടിയിട്ട് കുപ്പികളിലാക്കി അകത്തേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെ തീ ആളി പടരുന്ന കണ്ടാണ് ഇവർ ഉണരുന്നത്. 4 പേര് ഉണർന്ന് ഇവര് ശുചിമുറിയിലേക്ക് ഓടിക്കയറി. അപ്പൊ അവിടെ വെള്ളം നോക്കിയപ്പോൾ അവിടെ ഇല്ല. കാരണം മോട്ടോർ മൊത്തം, ടാങ്ക് മൊത്തം തുറന്നു വിട്ട് അവിടെ വെള്ളമില്ല. അപ്പൊ അങ്ങനെ ഈ കുട്ടി, 13 വയസ്സുള്ള കുട്ടി, അയൽക്കാരനായ രാഹുൽ രാജിനെ വിളിക്കുകയായിരുന്നു. രാഹുൽ ഓടി വന്നു നോക്കുമ്പോൾ ഇവര് ശുചിമുറിയിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിക്കയറുകയാണ് 4 പേരും. ഈ ഏറ്റവും വലിയ സങ്കടം, ഈ മൃതദേഹം കണ്ടെത്തുന്ന സമയത്ത് ഈ 2 കുഞ്ഞുങ്ങളെയും 2 കരങ്ങളിലും ചേർത്ത് പിടിച്ചാണ് മുഹമ്മദ് ഫൈസിയുടെ മൃതദേഹം കിട്ടുന്നത്. 2 മക്കളെയും ആ സമയത്തും ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും വിഷമിപ്പിച്ചൊരു കാര്യം അതാണ്. ആ ഒരു ക്രൂരനായ മുത്തച്ഛനെ വിളിക്കുന്ന അയാൾ അർഹനല്ലെങ്കിൽ ആ 2 പെൺമക്കളെ പോലും അയാൾ വെറുതെ വിട്ടില്ല എന്നുള്ളതാണ്. ഇയാൾക്ക് ഈ വയസ്സുകാലത്ത് എന്തിനാണ് സ്വത്ത്?
ഇയാൾക്ക് സ്വത്ത് വേണം. സ്വത്തിന് വേണ്ടിയിട്ടുള്ള തർക്കമാണ്. നമ്മുടെ എല്ലായിടത്തും നടന്നപ്പോൾ ഇപ്പം നമ്മൾ പുരാണങ്ങളായാലും എവിടെയും സ്വത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത്. അത് മനുഷ്യൻ കാലാകാലങ്ങളായി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ചില ആളുകൾക്ക് അങ്ങനെയാണ്, മക്കളോട് ആയിരിക്കത്തില്ല സ്നേഹം, അവർ സ്വത്തിനെ മാത്രം സ്നേഹിക്കുന്ന ആളുകളായിരിക്കും. മക്കള് രണ്ടാം സ്ഥാനമാണ്, സ്വത്താണ് ആദ്യം. ഇയാൾക്ക് അത് മാത്രമല്ല, ഇയാളുടെ ബാങ്കിൽ ബാലൻസ് 5 ലക്ഷം രൂപയോളം ഇയാളുടെ ബാങ്കിലുണ്ട്. 65 സെന്റോളം ഭൂമി ഇയാൾക്ക് സ്വന്തമായിട്ടുണ്ട്. ഇതെല്ലാം ഉള്ള ആളാണ്. എന്നിട്ടാണ് ഇയാൾക്ക് ഈ സ്വത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ചില കുടുംബങ്ങളിൽ അങ്ങനെയാണ്, മാതാപിതാക്കളുമായിട്ട് ഒരു അകൽച്ചയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അത് വലിയ പകയായി. സുഹൃത്തുക്കൾ തമ്മിൽ ശത്രുക്കളാകുന്ന പോലെയല്ല ബന്ധുക്കൾ ശത്രുക്കളായി കഴിഞ്ഞു. അത് വലിയ കുഴപ്പം ചെയ്യും. പ്രത്യേകിച്ച് രക്തബന്ധുക്കളൊക്കെ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. രക്തബന്ധുക്കളാണല്ലോ സ്വത്തിന് വേണ്ടി ഏറ്റവും വലിയ യുദ്ധം ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ഇവിടെയും. അങ്ങനെ രാഹുല് ഓടി വന്നു. ഈ കുട്ടി വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഓടി വരുമ്പോൾ ഇതാണ് കാണുന്നത്. ഇയാളെ കാണുന്നു, ഹമീദിനെ കാണുന്നു. അപ്പോൾ അതും കോടതിയിലൊരു തെളിവായി മാറി. ഇയാൾ എന്നിട്ട് ഈ ശുചിമുറിയിൽ ഇവർ നിൽക്കുമ്പോൾ അവിടേക്കും ചെറിയ കുപ്പിയിലാക്കിയിട്ട് പെട്രോൾ അങ്ങോട്ട് എടുത്തെറിഞ്ഞു. അപ്പോൾ അവിടെ വെച്ചാണ് ഇവർ തീയാളി പടർന്ന് മരിക്കുന്നത്. ഒരു തുള്ളി വെള്ളമില്ല. ഇയാൾ ഈ ഫ്രിഡ്ജിൽ രാവിലെ വന്നിട്ട് ഫ്രിഡ്ജിലിരിക്കുന്ന മോരും വെള്ളമൊക്കെയാണ് എടുത്ത് ഒഴിക്കുന്നത്. അതിന് ശേഷമാണ് ആളുകൾ ഓടിക്കൂടുന്നതും ഇവരെ ഇവർ മരിച്ചു. ഇയാളെ പോലീസ് അന്ന് തന്നെ അറസ്റ്റ് ചെയ്തു. ഇയാൾക്ക് ഭാവഭേദമൊന്നുമില്ല. ഇത് കോടതിയിലടക്കം ഈ രാഹുലിന്റെ മൊഴി വളരെ രാഹുലിന്റെയും പിന്നെ അവിടെ വന്ന സാധാരണഗതിയിൽ ചിലരെങ്കിലും മൊഴി മാറ്റും. ഇയാൾക്ക് വേണ്ടി മൊഴി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇയാൾ അപ്പോഴും ചോദിക്കുന്നുണ്ട്, ഈ കുഞ്ഞുങ്ങളെ എന്തിനാണ് കൊന്നതെന്ന് ചോദിക്കുന്നുണ്ട്. സ്വന്തം മക്കളെ പോലെയാണ് അയാൾ ആ കുഞ്ഞുങ്ങളെ കണ്ടത് രാഹുൽ. ഇയാൾക്ക് അങ്ങനെ അല്ലെങ്കിൽ പോലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും അയാൾക്ക് മറുപടിയില്ല. അയാളെപ്പോഴും അയാൾക്ക് ഈ നല്ല ഭക്ഷണം കഴിക്കണം, എന്നും ഇറച്ചി വേണം, മീൻ വേണം, അതൊക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കണം. ചില ആളുകൾ പ്രായം ചെന്നാൽ വലിയ പ്രശ്നക്കാരാണ്. എല്ലാത്തിലും പിടിവാശി, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം. അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. 12 മണിയായാൽ അപ്പം തന്നെ ഭക്ഷണം കഴിക്കണം. അത് കിട്ടിയില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. വിശപ്പ് സഹിക്കാൻ പറ്റില്ല. പിന്നെ എല്ലാത്തിലും കയറി ഇടപെടുക. പണ്ട് ഈ സ്വത്ത് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ സ്വത്ത് കൈവശപ്പെടുത്താനുള്ള നിരന്തരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതിന്റെ തന്ത്രത്തിന്റെ ഭാഗം കൂടി ആയിരിക്കാം ചിലപ്പോൾ, നമുക്കറിയില്ല. പക്ഷെ ഇതിനകത്ത് ഈ ഫൈസല് വേറെ വീട് വെച്ച് താമസിക്കാൻ ഒരുങ്ങിയിരുന്നു. അതിന്റെ ഏകദേശം പണിയെല്ലാം പൂർത്തിയാക്കി മറ്റൊരിടത്തേക്ക് മറ്റൊരു വീട്ടിലേക്ക് മാറാനിരുന്നതാണ്. അതിന് പോലും ഇയാൾ അവസരം കൊടുത്തില്ല. എന്നാ മകനും മക്കളും ഭാര്യയും അങ്ങോട്ടങ്ങ് മാറിക്കോട്ടെ എന്നുള്ള ചിന്ത പോലും അയാൾക്കില്ലാതെ പോയി. ലോകത്തിലെ ക്രൂരന്മാരായ പിതാക്കന്മാരിൽ ഒരാളാണ് ഇയാൾ. ഇങ്ങനെ ഒരു സംഭവം നമുക്ക് പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പല പിതാക്കന്മാരും മക്കളെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിക്രൂരനായ ഒരാൾ. അതുകൊണ്ടാണ് കോടതി ഇയാൾക്ക് തൂക്കേറി. ഇപ്പൊ 82 വയസ്സായി. ഇപ്പൊ അധികകാലമൊന്നും കാണത്തില്ല. എനിക്ക് തോന്നുന്ന വധശിക്ഷ കിട്ടുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ മരിച്ചു പോകും. അല്ലാതെ അങ്ങനെ വധശിക്ഷ വിധിച്ചു എന്ന് വിചാരിച്ചിട്ട് ഉടനെ അയാളെ തൂക്കിക്കൊല്ലത്തില്ല. ഇന്ത്യൻ നിയമത്തിന്റെ ചില എഴുതി വെച്ചിട്ടുള്ള ഇപ്പൊ ഈ ശിക്ഷ വിധിച്ചിട്ടുള്ള ആൾക്ക് സമയം വീണ്ടും എടുക്കും. അപ്പൊ ഇയാൾക്ക് ഇനി ജയിലിൽ കിടന്നത്. ഇയാൾക്ക് ജയിലിലെ മട്ടൺ വലിയ ഇഷ്ടമാണ്. ജയിലിൽ നല്ല മട്ടൺ കിട്ടും എന്നാണ് ഇയാൾ പരിചയക്കാരോട് പറയുന്നത്. വെച്ചാൽ ഇവരെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും, അവിടെ നല്ല ഇറച്ചി മീനും കിട്ടിയില്ലെങ്കിൽ ഇനി അതെ ജയിൽ ഇറച്ചി മീനും കഴിച്ച് കിടക്കട്ടെ, അവിടെ കിടക്കട്ടെ. ശരി.